Hello guys, come let's see what's inside my engagement hamper. എൻ്റെ എൻഗേജ്മെൻറ്റ് ഫോട്ടോസും വീഡിയോസും കണ്ടിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സത്യത്തിൽ ഇത് ലവ് മാരേജ് അല്ലേ, നിങ്ങൾ ഞങ്ങളെ പറ്റിക്കുമല്ലേ, നിങ്ങൾ അറേഞ്ച്ഡ് മാരേജ് ആണെന്ന് വെറുതെ പറയുമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്ത്. സത്യം പറയട്ടെ, ജാനുവരി 26 ഞാൻ നുഫൈൽ കശി ആദ്യമായിട്ട് കാണുന്നത്. എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴാണ് ഞാൻ ആ മനുഷ്യനെ കാണുന്നത്. അതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുകൂടി ഇല്ലാത്തൊരു മനുഷ്യനാണ്. ജാനുവരി 26 ഫെബ്രുവരി 16 എൻ്റെ എൻഗേജ്മെൻറ്റ് ഡേറ്റ്. ഈ 2 ഡേറ്റിൻ്റെ ഇടയിൽ ആകെ 20 ദിവസത്തെ മാത്രം പരിചയം വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് നടന്നത്. എൻഗേജ്മെൻറ്റിന് വന്ന ഒരു ഹാമ്പർ ആണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം തന്നെ ഷടപടേ എന്നുള്ള പരിപാടി ആയിരുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ഹറിബറിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ പേരെ ഒന്നും വിളിക്കാൻ പറ്റിയിട്ടില്ല. അധികം ആരെയും ഞങ്ങൾ വിളിച്ചിട്ടുമില്ല. കാരണം എന്ന് വെച്ചാൽ ഫാമിലീസ് മാത്രമായിരുന്നു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. കാരണം വെറും ഒരു മാസത്തെ ഒരു എമർജൻസി ആയിട്ടാണ് ഫിലിക്കച്ചി ദുബായിൽ നിന്ന് ലീവ് എടുത്ത് വന്നത്. ആ എമർജൻസി ആയിട്ട് വന്ന ആ ലീവ് കഴിയുമ്പോൾ തന്നെ പുള്ളിക്ക് കയറി പോകണമായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നടന്ന ഒരു എൻഗേജ്മെൻ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ പുള്ളി ഒരു ഹറിബറി ആയിരുന്നു, ഒരു കിളി പോയ അവസ്ഥയായിരുന്നു എൻ്റേതെന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ ഈ ഒരു ഹാമ്പറിൻ്റെ കളർ, അല്ലെങ്കിൽ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഡേയിൽ ഞങ്ങൾ ചൂസ് ചെയ്ത കളർ തീം എന്ന് പറഞ്ഞത് ലൈലാക്ക് കളറായിരുന്നു. ആ കളറിൽ തന്നെയാണ് ഹാമ്പർ വന്നിട്ടുള്ളത്. എനിക്ക് മൊത്തത്തിൽ 9 ഹാമ്പറാണ് മൊത്തത്തിൽ എനിക്ക് വന്നത്. ആദ്യം തന്നെ ആ ഹാമ്പറിൽ ഖുറാനും തസ്ബിയും മുസല്ലയുമായിരുന്നു ഫസ്റ്റ് ഹാമ്പറിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, കോസ്മെറ്റിക്സ് ഐറ്റംസൊക്കെ ചേർന്ന് മൈലാഞ്ചി, മിററ്, കോമ്പ്, അങ്ങനെയെല്ലാം കൂടി കുറച്ച് ഐറ്റം. അതിൻ്റെ കൂടെ തന്നെ ഒരു വാച്ച് ഉണ്ടായിരുന്നു, ഒരു ലേഡീസ് വാച്ച് ഉണ്ടായിരുന്നു. പിന്നെ ജ്വല്ലറീസ്, സ്പ്രേ, പിന്നെ കുറേ സ്വീറ്റ്സ്, എന്താ മഞ്ഞ ലഡു, ചുവന്ന ലഡു, പച്ച ലഡു ഒക്കെ അങ്ങനെ കുറേ അൺബോക്സ് ചെയ്യുന്ന സാധനം ഞാൻ അപ്പം തന്നെ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് അടുത്ത ബോക്സിലേക്ക് പോകുന്നത്. അങ്ങനെ കുറേ ഐറ്റം, കുറേ ചോക്ലേറ്റ്സ്, അതുപോലെ തന്നെ നട്ട്സ്, പിന്നെ സാൻഡൽസ്, ഡ്രസ്സ്, മുല്ലപ്പൂ, അങ്ങനെ 9 ഹാമ്പറുകളിലായിട്ടാണ് ഈ ഐറ്റംസൊക്കെ വന്നത്. ആദ്യമായിട്ട് എൻഗേജ്മെൻറ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ, എൻ്റെ എൻഗേജ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ അൺബോക്സ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ വീട്ടിലുള്ള എല്ലാവരും ഇത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവരാണ് ഈ ഇടയ്ക്ക് ഈ മുട്ടായി വാങ്ങിച്ചിട്ട് പോകുന്നതും ലഡു വാങ്ങിച്ചിട്ട് പോകുന്നതൊക്കെ. മാമിയും മാമായും ഒക്കെ എല്ലാവരും ഇങ്ങനെ ഭയങ്കര വെയിറ്റിംഗ് ആയിട്ട്. കാരണം ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ കല്യാണമാണ് എൻ്റേത്. സോ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, അതുകൊണ്ടാണ് ഈ ഒരു വ്ലോഗ് എടുക്കാമെന്ന് തന്നെ വിചാരിച്ചത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വ്ലോഗായിട്ട് വരുന്നിടം വരെ ടാറ്റാ.